പാർഷ്യൽ വിഡ്രോവൽ റിക്വസ്റ്റ് നേരത്തെ ട്രഷറി വഴി മാത്രമാണ് ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ ജൂലൈ 1 തീയതി മുതൽ, അതായത് 2024 ജൂലൈ 1 മുതൽ പാർഷ്യൽ വിഡ്രോവൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് CRAയുടെ സൈറ്റിൽ കയറിയിട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്, CRANSDL.com എന്ന സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതിൻ്റെ വലത് ഭാഗത്തായിട്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മളുടെ പ്രാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ പ്രാൻ നമ്പർ 111 തുടങ്ങുന്ന പ്രാൻ നമ്പർ 12 ഡിജിറ്റുള്ള പ്രാൻ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പാസ്വേഡിൽ അതിൻ്റെ പാസ്വേഡ് പോളിസി താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അതേപോലെ ഒരു പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അഥവാ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ യൂസർ ID കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം മൂന്നാമതായിട്ട് ക്യാപ്ചയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ 2 സംഖ്യകൾ കാണാം, 93ഉം 2ഉമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ തുക, അതായത് 95 എന്ന് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്യാപ്ചയുടെ സം 88 കൊടുത്തിട്ടുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ട്രാൻസാക്ട് ഓൺലൈൻ, ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മറി, ഡെമോഗ്രാഫിക് ചേഞ്ചസ്, ഗ്രീവൻസ്, അങ്ങനെ കുറേ മെനൂസ് അവിടെ വരുന്നത് കാണാം. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ മെനു ആണ്, കണ്ടിന്യൂവേഷൻ ആൻഡ് വിഡ്രോവൽ എന്നത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂവേഷൻ ആൻഡ് വിഡ്രോവൽ എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് 1 പാർഷ്യൽ വിഡ്രോവൽ എന്ന് താഴെ വരുന്നത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് 1 പാർഷ്യൽ വിഡ്രോവൽ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സ്റ്റാറ്റസ് വ്യൂ എന്നും വരും, അതേപോലെ തന്നെ ഇനിഷ്യേറ്റ് റിക്വസ്റ്റ് എന്നും വരും. ഇവിടെ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഇനിഷ്യേറ്റ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഇനിഷ്യേറ്റ് റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് വരുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ടയർ 1 അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ തുക എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നെയിം, അതൊക്കെ CRA സിസ്റ്റത്തിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മളുടെ നെയിമും അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കറക്റ്റായിട്ട് സൈറ്റിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വിഡ്രോവൽ ചെയ്യുക. ഇനി വിഡ്രോവൽ ചെയ്യുമ്പോൾ OTP ഓതൻറ്റിക്കേഷൻ ഉപയോഗിച്ചാണ് ഇവിടെ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നത്. 2 OTPകൾ നമ്മളുടെ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്കും 2 വ്യത്യസ്തമായ OTPകളാണ് ഇവിടെ അയക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം, നമുക്ക് OTP വെരിഫിക്കേഷൻ ഇ-സൈൻ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വെച്ചും നമുക്ക് ഇ-സൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഒരു തുക ഈടാക്കുന്നുണ്ട്. അപ്പോൾ 2 മെത്തേഡിൽ നമുക്ക് OTP വെരിഫിക്കേഷൻ ചെയ്യാം. ഒന്ന് മൊബൈൽ നമ്പർ ഇമെയിൽ ID വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചുള്ള വെരിഫിക്കേഷൻ. നമ്മുടെ NSDL സൈറ്റിൽ, അതായത് NBSൻ്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ പെന്നി ഡ്രോപ്പ് വെരിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ നമ്പറിലും ബാങ്ക് അക്കൗണ്ടിലും അതുപോലെ NBSൻ്റെ അക്കൗണ്ടിലും ഈ 3ലും പേരുകൾ തുല്യമായാൽ മാത്രമേ ഇവിടെ നമുക്ക് പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ NBSൻ്റെ സൈറ്റിൽ കയറിയിട്ട് പേര്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ ആധാർ നമ്പറുള്ള പേര് എന്നിവ തുല്യമാണെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാങ്ക് അക്കൗണ്ടിലാണ് മാറ്റമുള്ളതെങ്കിൽ ബാങ്കിൽ പോയിട്ട് നെയിം കറക്റ്റ് ചെയ്യുക. ഇനി NBSൻ്റെ സൈറ്റിലാണ് നെയിം വ്യത്യാസമുള്ളതെങ്കിൽ
NBS റിക്വസ്റ്റ് കൊടുത്തിട്ട്, അതായത് ട്രഷറി വഴി NBS റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം പേര് മാറ്റുക. ആധാറിലാണെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയും പേര് മാറ്റാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ബാങ്ക് ഡീറ്റെയിലിൻ്റെ വെരിഫിക്കേഷനാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് 601 PW ഫോമിലുള്ള ഒരു ഫോം നമ്മൾ DDOനെ കൊണ്ട് സൈൻ ചെയ്തതിന് ശേഷം ആ ഫോം നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഓഫീസിലെ ഓഫീസറിനെ കൊണ്ടിട്ട് 601 പാർഷ്യൽ വിഡ്രോവൽ ഫോം സൈൻ ചെയ്തതിന് ശേഷം ആ ഫോമും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയും പാൻ കാർഡ് കോപ്പിയും ഒറ്റ PDF ആയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ട്രഷറിക്ക് അത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും പാർഷ്യൽ വിഡ്രോവൽ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുക. 601 PW ഫോം, ബാങ്ക് പാസ്ബുക്കിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി എന്നിവ ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം പെന്നി ഡ്രോപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് OK സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാർഷ്യൽ വിഡ്രോവിൻ്റെ ഇനിഷ്യേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്ത് DDOനെ കൊണ്ട് സൈൻ ചെയ്തതിന് ശേഷം ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രഷറി അത് ഓതറൈസ് ചെയ്യുന്നതോടുകൂടി 5 വർക്കിംഗ് ഡേയ്സിന് ഉള്ളിൽ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. താങ്ക് യു.